കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അയാൾ ഓടി രക്ഷപ്പെട്ടു. പക്ഷേ അമർ ഇലാഹിക്ക് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അമേൽ തൊട്ടിയിൽ ഈ കാട്ടാന പാഞ്ഞെടുക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തേക്കിൻകൂപ്പിൽ ഇയാളുടെ പശുവിനെ അഴിക്കാൻ പോയപ്പോഴാണ് ഈ സംഭവം നടന്നതെന്നും അറിയുന്നു. മറ്റെന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണോ? നേരത്തെ കാട്ടാന ആക്രമണം ഉണ്ടാവുന്ന ഒരു മേഖലയാണോ ഇത്? ഈ കോതമംഗലത്തിനും തൊടുപുഴയിലെ ആന ഇറങ്ങുന്ന പല സ്ഥലങ്ങളോടും ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇടയ്ക്ക് ഇവിടെ കാട്ടാനകളെ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നും കാട്ടാനകളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയൊക്കെ വനം വകുപ്പ് ഇടയ്ക്ക് സ്വീകരിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ജനവാസ മേഖലയിൽ നിന്ന് പൂർണ്ണമായും കാട്ടാനകളെ മാറ്റുന്നതിനുള്ള ഒരു നടപടിയൊക്കെ ആദ്യഘട്ടത്തിൽ വനം വകുപ്പ് സ്വീകരിച്ചിരുന്നതുമാണ് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരാൾക്ക് കൂടി കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇടുക്കിയിലെ ഏറ്റവും കൂടുതൽ, സംസ്ഥാനത്ത് എടുത്തു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാട്ടാന ആക്രമണത്തിൽ മനുഷ്യജീവനുകൾ നഷ്ടമായിട്ടുള്ള ഒരു ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയാണ്. 50 അടുത്ത ആളുകൾ, അല്ലെങ്കിൽ 50-ലധികം ആളുകൾ കാട്ടാന ആക്രമണത്തിൽ മാത്രം മരണപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യം ഇടുക്കി ജില്ലയിലുണ്ട്. അതിനോട് ഒപ്പമാണ് ഈ ലോ റേഞ്ചിലേക്കും ഇപ്പോൾ കാട്ടാന ആക്രമണം അതിരൂക്ഷമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. മുമ്പൊക്കെ ഹൈറേഞ്ച് മേഖലയിലായിരുന്നു കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമായി തുടരുന്നത് എങ്കിൽ ലോ റേഞ്ചിലേക്ക് പോലും ഇപ്പോൾ എത്തിയിരിക്കുന്നു. ജനവാസ മേഖല, പട്ടണ പ്രദേശങ്ങൾക്കടുത്തേക്ക് പോലും കാട്ടാനകളുടെയും മറ്റു വന്യജീവികളുടെയും ആക്രമണം രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സന്ദീപ്, 2 ആഴ്ചയായിട്ടില്ല കോതമംഗലത്ത് കുട്ടമ്പുഴയിൽ ഈ കിണാച്ചേരി സ്വദേശിയായ എൽദോസിനെ കാട്ടാന ചവിട്ടി അരിച്ചു കളഞ്ഞത്. മരത്തിലേക്ക് വലിച്ചടിക്കുകയായിരുന്നു ചെയ്തത്. 2 ആഴ്ച പൂർത്തിയാവുന്നതിന് മുമ്പാണ് ഇപ്പോൾ എറണാകുളത്തിനും ഇടുക്കിക്കുമിടയിൽ ഈ സ്ഥലത്ത് കോതമംഗലത്തിനും തൊടുപുഴയ്ക്കും അടുത്തുള്ള പ്രദേശത്ത് വീണ്ടും കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത്. മുള്ളരിങ്ങാട് അമൽ തൊട്ടിയിലാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഇപ്പോൾ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. സന്ദീപ് രാജാക്കാടാണ് വിവരങ്ങൾ നൽകുന്നത്. ഈ തേക്കിൻ്റെ കൂപ്പിൽ പശുവിനെ അഴിക്കാൻ പോയ 22 വയസ്സുകാരനാണ്. അയാളുടെ ചിത്രമാണ് കാണുന്നത്. 24 വയസ്സാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അയാൾ ആനയെ കണ്ട് പകച്ചുപോയി എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സമയത്ത് പാഞ്ഞെടുത്ത കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും ഇയാൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല. എന്നാൽ അതേസമയം കൂടെയുണ്ടായിരുന്ന ഒരാൾ അത്ഭുതകരമായി ഓടി രക്ഷപ്പെട്ടു എന്നും അറിയാൻ സാധിക്കുന്നു. ഈ ഒരു തേക്കിൻകൂപ്പിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മുള്ളരിങ്ങാട് സ്വദേശിയായ അമർ ഇലാഹിയുടെ ചിത്രമാണിത്. 24 വയസ്സായിരുന്നു. അമർ ഇലാഹിയാണ് കാട്ടാന വളരെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇടുക്കിയിൽ മുള്ളരിങ്ങാട് അമേൽ തൊട്ടിയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് സംഭവം നടന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സന്ദീപ്, ഈ പശുവിനെയൊക്കെ സാധാരണ ആളുകൾ ഈ പ്രദേശത്ത് ഇത്തരം തേക്കിൻകൂപ്പിലേക്ക് അഴിച്ചുവിടുകയും അതിനുശേഷം അവിടെ ചിലയിടങ്ങളിലൊക്കെ കെട്ടിയിടുകയും പശു വൈകുന്നേരത്തോടു കൂടി അതിനെ അഴിക്കാൻ പോവുകയൊക്കെ ചെയ്യുന്നൊരു പതിവുണ്ട്. ആ രീതിയിൽ പശുവിനെ അഴിക്കാൻ പോയതാണല്ലേ ഈ അമർ ഇലാഹിയും? ഡോക്ടർ അരുൺകുമാർ, അത്തരത്തിൽ തന്നെയാണ് ഈ പശുവിനും ആടും അടക്കമുള്ള മൃഗങ്ങളെ, വളർത്തു മൃഗങ്ങളെ മേയ്ക്കാൻ വിടുന്നത് ഈ തേക്കിൻകൂപ്പിലേക്കായിരുന്നു. അവിടെ കെട്ടിയിടുകയൊക്കെയാണ് സ്വാഭാവികമായും ചെയ്യുന്നത്. അപ്പോൾ വൈകുന്നേരം ഇടയ്ക്ക് പോയി മാറ്റിക്കെട്ടുക, അതിനുശേഷം വൈകുന്നേരത്തോടു കൂടി അഴിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ അഴിക്കാൻ വേണ്ടി എത്തുന്ന ഒരു സമയത്തായിരുന്നു ഈ അപ്രതീക്ഷിതമായി കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. അത് വലിയ രീതിയിൽ അവിടെ വെച്ച് തന്നെ വലിയ രീതിയിലുള്ള ആക്രമണം നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇത് കണ്ടു നിന്ന കൂടെ ഉണ്ടായിരുന്ന ആൾ ഓടിയെത്തി പുറത്തെത്തി വിവരം അറിയിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. അതിനുശേഷമാണ് ആളുകൾ കൂട്ടത്തോടെ ഇവിടേക്ക് എത്തുകയും ആളുകൾ എത്തി ഇദ്ദേഹത്തെ തൊടുപുഴ തോന്നുന്നു അല്ലേ ഈ പ്രദേശം അമേൽ തൊട്ടി? വ്യക്തമായില്ല ഡോക്ടർ. അതെ, ജനവാസ മേഖല കൂടിയാണെന്ന് തോന്നുന്നു അല്ലേ ഈ തേക്കിൻകൂപ്പുള്ള പ്രദേശം, ഈ അമേൽ തൊട്ടി? ജനവാസ മേഖല തന്നെയാണ്. ജനവാസ മേഖല നിരവധിയായിട്ടുള്ള കർഷകരും അല്ലാത്ത ആളുകളും തങ്ങിപ്പാർക്കുന്ന ഒരു ജനവാസ മേഖല തന്നെയാണ്. അതിനോട് ചേർന്നിട്ടാണ് ഈ തേക്കിൻകൂപ്പ് ഉള്ളത്. വലിയ വിസ്തൃതിയുള്ള ഒരു തേക്കിൻകൂപ്പ് അല്ല എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ആ ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു തേക്കിൻകൂപ്പാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും അവിടെയാണ് ഇത്തരത്തിൽ ഈ അടുത്ത കാലങ്ങളിൽ കാട്ടാന ശല്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന ഒരു വിവരം. മറ്റു മേഖലകളിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഈ മേഖലയിലേക്കും കാട്ടാനയുടെ ശല്യം രൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായിരുന്നാലും അപ്രതീക്ഷിതമായിരുന്നു. കാരണം സ്ഥിരമായി എത്തുന്ന ഒരു പ്രദേശമായിരുന്നത് കൊണ്ട് തന്നെ ഒരു സുരക്ഷിതമായ കേന്ദ്രമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് അവർ മറ്റോ ഒന്നും നോക്കാതെ അവിടേക്ക് കയറി പോവുകയും ഈ പശുവിനെ അഴിക്കാൻ വേണ്ടി എത്തുകയും ചെയ്തിരുന്നത്. ഇത്തരം അപ്രതീക്ഷിതമായിട്ടുള്ള ആണ് ഈ കാട്ടാന അവിടെ നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കാട്ടാനയുടെ
മുന്നിൽ പെടുന്നത്. രൂക്ഷമായിട്ടും ഇല്ലെങ്കിൽ ആ മേഖലയിൽ സ്ഥിരമായി തമ്പടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെ അവർ അത്തരം ഒരു ശ്രദ്ധ വെച്ച് തന്നെയായിരിക്കും മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ഇത് പകൽ സമയം കൂടിയാണ്. മറ്റു മഴയോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെയില്ല. ആനയെ കാണേണ്ടതാണ് സ്വാഭാവികമായും. എന്താണ് സംഭവിച്ചത് എന്നത് നമുക്കറിയില്ല. അത്ഭുതകരമായി രക്ഷപ്പെട്ട ഈ അമറിലാഹിയുടെ സുഹൃത്തിനോട് ചോദിക്കുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകും. സന്ദീപ വിവരങ്ങൾ ശേഖരിക്കുക. ഇന്ന് ഉച്ചയ്ക്ക് ആയിരുന്നു ഈ സംഭവം നടന്നിരിക്കുന്നത്. മുള്ളരിങ്ങാട് സ്വദേശി അമറിലാഹിയാണ് പാഞ്ഞുവന്ന കാട്ടാന ആക്രമിച്ച് ജീവനെടുത്തത്. അമറിലാഹിക്കൊപ്പമുണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു. ഈ സ്ഥലത്ത് മുള്ളരിങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തേക്കിൻ കൂപ്പുണ്ട്. ആ തേക്കിൻ കൂപ്പിൽ പശുവിനെ കിട്ടിയിരുന്നു. ആ പശുവിനെ അഴിക്കാൻ വേണ്ടി പോയതാണ് അമറിലാഹി. ആ സമയത്താണ് പതുങ്ങി നിന്ന കാട്ടാന പാഞ്ഞെടുക്കുകയും അമറിലാഹിയെ ആക്രമിച്ച് ജീവനെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അമറിലാഹി സൺ ഓഫ് ഇബ്രാഹിം പാലിയത്ത് മുള്ളരിങ്ങാട് പള്ളിക്കവല എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന മേൽവിലാസം. വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. പ്രേക്ഷകർക്ക് ഓർമ്മിക്കുന്നുണ്ടാവും, 2 ആഴ്ച മുമ്പ് കഴിഞ്ഞ 16-ാം തീയതിയാണ് കോതമംഗലത്തെ കണാച്ചേരിയിൽ എൽദോസിനെ രാത്രിയിൽ വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ കാടിനുള്ളിൽ വെച്ച് പതുങ്ങി നിന്ന ആന അന്ന് കാലിൽ ചുഴറ്റിപ്പിടിച്ച് മരത്തിലടിച്ചു കൊലപ്പെടുത്തിയത്. ഇപ്പോൾ മറ്റൊരാക്രമണം കൂടി, അതും കോതമംഗലത്തിനും തൊടുപുഴയ്ക്കും അടുത്തുള്ള പ്രദേശത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇടുക്കിയിൽ മുള്ളരിങ്ങാട് അമയിൽ തൊട്ടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഇപ്പോൾ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. 23 വയസ്സാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കാൻ കഴിയുന്നത്. അമറിലാഹി എന്ന ചെറുപ്പക്കാരൻ തേക്കിൻ കൂപ്പിൽ കെട്ടിയിരുന്ന പശുവിനെ അഴിക്കാൻ പോയ സമയത്താണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അത്ഭുതകരമായി ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അമറിലാഹിക്ക് പക്ഷേ ഓടി രക്ഷപ്പെടാൻ സാധിച്ചില്ല. അതിനു മുൻപ് തന്നെ ആന പാഞ്ഞടുത്തിട്ടുണ്ടാവണം. എന്താണ് കൂടുതൽ വിവരങ്ങൾ നമ്മളിലേക്ക് ലഭ്യമായി വരുന്നതേയുള്ളൂ. ഇതൊരു ജനവാസ മേഖല കൂടിയാണ്. ആ ജനവാസ മേഖലയോട് തൊട്ടു ചേർന്നാണ് ഈ തേക്കിൻ കൂപ്പുള്ളത്. സാധാരണ തേക്കിൻ കൂപ്പിലൊക്കെ പ്രദേശവാസികൾ ഈ പശുവിനെ കൊണ്ട് കെട്ടാറുള്ളതാണ്. അവരുടെ ധാരാളം ക്ഷീരകർഷകരൊക്കെ ഉള്ളതാണ്. കർഷകരെ ജീവിക്കാൻ സമ്മതിക്കാതെ കാട്ടാന വിളയാട്ടം തുടങ്ങിയിട്ട് കുറേ നാളായി ഈ മേഖലയിൽ.